മകരം രാശിക്കാർക്ക് സ്വപ്നത്തിലും കാണാൻ കഴിയാത്ത ജീവിതം. അതായത് അവർ സ്വപ്നം കണ്ടതുപോലെയുള്ള ഒരു ജീവിതമല്ല. സ്വപ്നം കാണാത്ത ജീവിതമാണ് അവരൊക്കെയും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വാസ്തവമാണ്. ഇത് 60% പേർക്ക് ഞാൻ ഈ പറയുന്ന ഫലങ്ങളൊക്കെയും നിശ്ചയമായിട്ടും ഉണ്ടാകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. 40% പേർക്ക് നിങ്ങളുടേതായ ജന്മജാതകത്തിൽ ലഗ്നത്തിന്റെ 1, 5, 9 എന്നീ ഭാവങ്ങളായ ത്രികോണ ഭാവങ്ങളും 1, 4, 7, 10 എന്നീ കേന്ദ്രസ്ഥാനങ്ങളും നിങ്ങളുടേതായ ജീവിതത്തിന്റെ വിധി നിർണയം നടത്തും. അവിടെ നല്ല ഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതും മോശം ഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന 60% ഉള്ള വ്യക്തികളുമായിരിക്കും ഈ കേൾക്കുന്ന വ്യക്തികൾ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും കേട്ടതിന് ശേഷമാവണം നിങ്ങളൊക്കെ ഒരു മറുപടിയും അതുപോലെ തന്നെ കമന്റുകളൊക്കെ പറയുവാനായിട്ട്. അല്ലാതെ എവിടെയെങ്കിലും നീക്കി വെച്ച് കണ്ടിട്ട് അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയല്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് തന്നെയാണ് നമുക്ക് ഒന്നും കേൾക്കാനും ചിന്തിക്കാനുള്ള മനസ്സുകൾ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് ഒരു സൈക്കോളജിക്കൽ പ്രൊഡിക്ഷനാണ്. ഞാൻ സൈക്കോളജിക്കൽ റീഡിംഗ് തന്നെയാണ് എപ്പോഴും നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്റെ ജാതക പരിശോധനകളിലൊക്കെയും ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തികൾക്കും കൃത്യമായ രീതിയിൽ അവർക്ക് മറുപടികൾ കൊടുക്കേണ്ട ഒരു ബാധ്യതയും എനിക്കുണ്ട്. കൃത്യമായിട്ട് നൽകാറുമുണ്ട്. പൂജകൾ, വഴിപാടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാതകം പറയുന്നെങ്കിൽ മാത്രമാണ് അത് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അല്ലാതെ ഈ മന്ത്രവാദ കർമ്മങ്ങളോ പൂജാതി കർമ്മങ്ങളോ ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് അത് ശരിയാവും ഇത് ശരിയാവും എന്നൊന്നും ഞാൻ പറയാറില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് വായിട്ടലച്ച് ഓരോ കാര്യങ്ങളും പറയേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം എനിക്ക് ഒരു പൂജയൊക്കെ ചെയ്തിട്ട് പ്രധാനമന്ത്രിയോ ജില്ലാ കളക്ടറോ എന്തെങ്കിലുമൊക്കെ ആവാം. അതൊക്കെ സാധ്യമല്ല. അതൊക്കെ ജാതകങ്ങളിൽ എഴുതി വെച്ചുള്ളവർക്ക് മാത്രമാണ് അതിൻ്റെയൊക്കെ ഉള്ള ഒരു ഫലം ലഭിക്കുക. നല്ല രീതിയിൽ ഉള്ള ജാതകങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള ഫലങ്ങളൊക്കെയും തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കും. ഇല്ലാത്തവർക്ക് ഇതുപോലെ ഇരുന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതായത് അവർ പഠിച്ച രീതിയിൽ എന്താണോ കർമ്മം ചെയ്യുക അത് ചെയ്ത് മുന്നിലേക്ക് പോകുവാൻ മാത്രമാണ് കഴിയുക. അല്ലാതെ അസാധ്യപ്പെട്ട ഒരു കർമ്മങ്ങളോ ഒന്നും തന്നെ അതൊക്കെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ ഉണ്ടായിരിക്കാം. അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. കാരണം അവരൊക്കെ എഴുതി വച്ചിരുന്ന ചില കാര്യങ്ങൾ അത് ഈ കാലത്തും തുടർന്നു പോകുന്നു എന്നുള്ളതാണ്. രാശികളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം അതിൻ്റെതായ സ്വഭാവ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാവർക്കും ഫലവത്താകുന്ന ഒരു കാര്യവും തന്നെയാണ്. അത് തന്നെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും. ഇതിൽ ഏറ്റവും പ്രധാനം നാവും പിന്നീടൊന്ന് മനസ്സുമാണ്. ഇത് തന്നെയാണ് മനുഷ്യനെ എപ്പോഴും നിയന്ത്രിക്കുകയും നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഇത് എവിടെ കൺട്രോൾ ആകുന്നുവോ അവിടെ വ്യക്തികൾ വിജയിക്കുകയും ചെയ്യും. ഏത് ഗ്രഹങ്ങൾ നന്മ ചെയ്താലും ഏത് ഗ്രഹം മോശമായിരുന്നാലും നാവ് വേണ്ട രീതിയിൽ മാത്രം പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നല്ലതും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അതും നല്ലതായി മാറും. ഇത് രണ്ടും മാറ്റത്തിലൂടെ ചിന്തിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾക്ക് കാരകത്വവും ആകുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തൊക്കെ ചിന്തിച്ചാലും മനുഷ്യൻ ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കുക, അത്രമാത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം വേറെ ഒന്നുമല്ല. മകരം രാശിക്കാർക്ക് എങ്ങനെയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു നോട്ടമാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ എല്ലാവരും കാണുവാനായിട്ട് ശ്രമിക്കുക. മാറ്റം വരുത്തേണ്ടവരൊക്കെ ആണെങ്കിൽ മാറ്റം വരുത്തുക, അല്ലാത്തവരൊക്കെ ആണെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക. കുടുംബപരമായ അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് ഈ മകരം രാശിക്കാർ തന്നെയാണ്. അതിനുള്ള കാരണം 2ാം ഭാവമായ കുടുംബസ്ഥാനം ശനിയുടേതായ ഒരു വീടാണ്. അപ്പോൾ ശനിയുടേതായ ഒരു പ്രവർത്തനം എപ്പോഴും തന്നെ വളരെയധികം പ്രശ്നങ്ങളിലൂടെ മാത്രമായിരിക്കും സഞ്ചരിക്കാനായിട്ട് കഴിയുക. ജീവിതത്തിൽ കുടുംബപരമായ രീതിയിൽ കഷ്ടതകൾ മാത്രം അനുഭവിക്കുന്നു എന്ന് ചിന്തിച്ചാൽ അത് മകരം രാശിക്കാർ തന്നെയാണ്. കുറെ ഒക്കെ മകരം രാശിക്കാർ വിവാഹമൊക്കെ നടക്കുന്നില്ലല്ലോ എന്ന ഒരു ചിന്താഗതിയിലൂടെ നടക്കുന്നു എങ്കിൽ വിവാഹം കഴിച്ചു പോയ ഇതിൽ 60% പേരൊക്കെ തന്നെ എന്തിനാണ് വിവാഹം കഴിച്ചത് എന്ന ചിന്തയിലൂടെ ആയിരിക്കും നടക്കുക. വിവാഹം കഴിച്ചിട്ടും ഒരു മുന്നേറ്റമില്ലല്ലോ എന്ന ചിന്താഗതിയായിരിക്കും അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവരിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, വിവാഹം കഴിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു, തനിച്ചായിരുന്നെങ്കിൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരും ഇതിൽ ധാരാളം പേരുണ്ടാകുന്നത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. കാരണം വിവാഹം കഴിക്കാത്തവർ കഴിക്കാനായിട്ട് വെപ്രാളപ്പെടുന്നു, കഴിച്ചവർ എന്തിനാ വിവാഹം കഴിച്ചതെന്ന് ആലോചിക്കുന്നു. അപ്പോൾ ഈ വിവാഹം കഴിച്ചിട്ടും പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഇല്ലാതിരുന്നെങ്കിൽ തനിച്ച് ഒറ്റപ്പെട്ടെങ്കിലും ജീവിക്കാമായിരുന്നു എന്ന ഒരു അവസ്ഥയാണ് ഈ മകരം രാശിക്കാർ. കാരണം ശനി എപ്പോഴും അങ്ങനെയാണ്. സ്വയം പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് മാത്രമാണ് അദ്ദേഹത്തിനൊക്കെ നൽകുക. കുടുംബപരമായ അന്തരീക്ഷത്തിൽ എന്നും പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ചിലരൊക്കെ വിവാഹ ബന്ധങ്ങളൊക്കെ
വേർപെടുത്തി നിൽക്കുന്നവരും ഉണ്ടാവും. അവരൊക്കെ തന്നെ ഇനി മറ്റൊരു വിവാഹം കഴിച്ചാൽ ഇനി നല്ലൊരു ഫലം ലഭിക്കുമോ എന്ന ചിന്താഗതികളിലും കൂടെയൊക്കെ നടക്കുന്നവരുമാവാം. എന്നാലും ഒരു ഉൾഭയം ഉണ്ടാവും. കാരണം ഒന്ന് തന്നെ പെട്ടു, പിന്നീട് ഇനി മറ്റൊന്നും കൂടി ആയാലോ എന്നുള്ള ചിന്താഗതിയൊക്കെ ഇവര് പലർക്കും തന്നെ പ്രാപ്തമായിക്കൊണ്ടിരിക്കും. എന്നാലും ഇവര് ചില കാര്യങ്ങളും തന്നെ പുറത്ത് പറയാനായിട്ടും മടിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. ബന്ധങ്ങളും സ്വന്തങ്ങളും കൊണ്ട് ഒരു വിധത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരൊക്കെ ധാരാളമുണ്ട്. അത് തന്നെയാണ്. അതായത് കുടുംബപരമായ രീതിയിൽ സഹോദരങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളെ കൊണ്ടോ ഒക്കെ മകരം രാശിക്കാർക്ക് പലവിധത്തിലുള്ള പ്രശ്നങ്ങളും വരാറുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. എന്നാൽ കുടുംബ ജീവിതത്തിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് വെച്ചാൽ അവിടെയും അത് ഇല്ല. അതായത് ഇടത് കവിളിലും അടി, വലത് കവിളിലും അടി. ഇവിടെ വേദന കൊണ്ട് വാങ്ങി അവിടെ നിൽക്കുവാൻ മാത്രമാണ് ഇവർക്ക് കഴിയുക. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത് എന്നൊന്നും അറിയില്ല. കാരണം ബന്ധങ്ങളായിപ്പോയി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു പ്രശ്നങ്ങൾക്ക് ഇവർക്ക് താല്പര്യവുമില്ല. എന്ത് പരിഹാരം ചെയ്താലാണ് ഇവർക്കൊരു നല്ല ഫലം ലഭിക്കുക എന്ന് ഇവർ പല അന്വേഷണങ്ങളും നടത്താറുണ്ട്. പല ദേവന്മാരെയും വിളിക്കാറുണ്ട്. ഇപ്പോൾ അതിലെ ജാതി മത വ്യത്യാസമൊന്നുമില്ല. ഇവർ പല രീതിയിലും ഈശ്വരന്മാരെ വിളിച്ചാലും ഈശ്വരൻ ഇവർക്ക് മുന്നിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. എന്തു ചെയ്താലാണ് ഇതിനൊരു പരിഹാരം? ചിന്തിച്ചാൽ ഒരു വഴിയുമില്ല. എന്നാൽ ഇവർ ഇപ്പോഴത്തെ ചിന്താഗതി എന്താണെന്ന് വെച്ചാല് തെളിച്ച വഴിയെ പോകാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനെ അനുവദിക്കുന്നില്ല. ഇനി പോകുന്ന വഴിയെ പോകാമെന്ന് വിചാരിച്ചാലോ അവിടെയും രക്ഷയില്ല. ഇവിടെ അതിനുള്ള പ്രധാന കാരണം ഇവരുടേതായ സ്നേഹവും വിശ്വാസവും ഇവരുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ളവർക്ക് ഇവർ പരമാവധി നൽകുന്നു. കാരണം എനിക്ക് അവിടെ നിന്നും നല്ല രീതിയിലുള്ള ഒരു അനുകൂലം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാലോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിഷയം വന്നിരുന്നാൽ തന്നെയും അവർ ഒപ്പം ഉണ്ടാകും എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവർ അങ്ങനെ ചെയ്യുന്നത്. അവിടെയാണ് ഇവർക്ക് വിശ്വാസ വഞ്ചന എന്ന ആ പേരിന്റെ അർത്ഥം ഇവർക്ക് മനസ്സിലാകുന്നത്. ഞാൻ വിശ്വസിച്ചത് ഒക്കെ തന്നെ ഇവർ വഞ്ചിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ആൾക്കാരെ ആയിരുന്നല്ലോ എന്ന്. പക്ഷേ അവിടെയും ഇവർ പിന്തിരിഞ്ഞു പോകാനുള്ള ഒരു മനോഭാവമൊന്നുമില്ല. ഞാൻ ജയിക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷേ പല വഴിക്കും ചിലന്തി വല കെട്ടും പോലെ ഇവർക്ക് മുന്നിൽ വല കെട്ടി വെച്ചിട്ടുള്ളതും ഇവർ അറിയില്ല. ഈ 60%-ത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ പറയൂ, നിങ്ങൾ കൊടുത്ത വിശ്വാസം നിങ്ങൾക്ക് തിരികെ ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ കൊടുത്ത പണം നിങ്ങൾക്ക് തിരികെ ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടേതായ ഈ ശാരീരികമായ ആ ഒരു ബലം, അധ്വാനം, അതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിട്ട്, അതായത് എന്തെങ്കിലും ഒരു സഹായ ഹസ്തമായിട്ട് നിങ്ങൾ പോയി നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടും ഇതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടേക്ക് ഞാൻ പറഞ്ഞ വിശ്വാസ വഞ്ചനയുടേതായ ആ ഒരു ഫലം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നതിന് ഞാൻ എല്ലാവർക്കുമല്ല, ഒരു 60% പേരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. ഇത് വീണ്ടും പറയുകയാണ്. മകരം രാശിക്കാരൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. നിങ്ങൾ ഒരു 6 വർഷമെങ്കിലും ഒരു നല്ല രീതിയിലുള്ള കുടുംബാന്തരീക്ഷത്തിൽ ജീവിച്ചിട്ടുണ്ടോ? ആണാകട്ടെ പെണ്ണാകട്ടെ. ഇല്ല എന്ന് തന്നെയാണ് എന്റെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം. ഇവിടെ ചിങ്ങം രാശിയിൽ നിന്നോ മിഥുനം രാശിയിൽ നിന്നോ ഒരു വിവാഹം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫലങ്ങൾ ഇവിടെ 100% നിങ്ങൾ അനുഭവിച്ചിരിക്കുമെന്നുള്ളതാണ് സംശയം ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം മാനുഷികമായ പരിഗണനകൾക്ക് അവർ മുൻതൂക്കം കൊടുക്കും ചിങ്ങം രാശിക്കാരൊക്കെയും. അത് ഇവിടെ അത് യേശില്ല എന്നുള്ളതാണ് സത്യം. മറ്റുള്ളത് മിഥുനം രാശി ബുധന്റേതായ ബുദ്ധി വൈഭവത്തോടുകൂടി നിങ്ങളോട് ഇടപെടാനായിട്ട് ശ്രമിക്കും. അത് നിങ്ങൾക്ക് വിനയായി മാറും. കുടുംബ ബന്ധങ്ങളൊക്കെ തകരാറിലായി മാറുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഇത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ 2 രാശിക്കാരും ഈ മകരം രാശിയുമായിട്ട് ചേരില്ല. അത് തന്നെ ഈ രാശികൾ ഈ രാശിയുമായിട്ട് യോഗം ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. അവിടെ പരസ്പര വിരുദ്ധമായ രീതിയിലുള്ള സംഭാഷണങ്ങളും അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ മകരം തന്നെ ശനിയാണ്. 19 ആണ്ടുകാലത്ത് ശനി എല്ലാ രാശിക്കും ചെന്ന് കയറുന്ന ശനിയാണ്. ഈ മിഥുന രാശിക്കകത്ത് ചെന്ന് കയറിയാലും ഈ ശനിയുടേതായ ആ ഒരു പ്രവർത്തനം അവിടെ ചെന്ന് യേശില്ല. ഭാര്യ അവിടുത്തെ ഒരാളാണെങ്കിൽ ഇവരുടേതായ ആ ഒരു ശൈലി അവിടെ യേശില്ല എന്നുള്ളതാണ്. തിരിച്ച് പ്രതികരിക്കും. സ്വന്തമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനൊക്കെ പരിശ്രമിക്കും. ചിങ്ങം രാശികളിലാണെങ്കിലോ അതും അങ്ങനെ തന്നെയാണ്. സൂര്യരാശിയാണ്. അഗ്നിയെ പോലെ ജ്വലിക്കും, അഗ്നി പോലെ ജ്വലിച്ച് നിൽക്കാം. അപ്പോൾ ഒന്ന് നല്ല രീതിയിലുള്ള ഹീറ്റ് അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുമ്പോൾ ഇവിടെ താങ്ങാൻ പറ്റില്ല.
അപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ ആയിപ്പോയിരിക്കും. വിവാഹ ജീവിതത്തിന് മുൻപും ഇതുപോലെ ഇവർക്ക് സംഭവിക്കും. എന്നാൽ വിവാഹ ജീവിതം തുടങ്ങിക്കഴിയുമ്പോഴോ അപ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുക. ഇവർ ആരെങ്കിലുമൊക്കെ വിശ്വസിച്ച് നല്ല ഹൈലൈറ്റ് ചെയ്ത് അവർക്ക് നല്ല പൊസിഷനിങ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ അതേ ഇടം തന്നെയായിരിക്കും ഇവർക്ക് സർവനാശവും ഉണ്ടാവുക. ആരെയാണോ ഇവർ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി വയ്ക്കുവാനായിട്ട് ശ്രമിച്ചത് അവർ തന്നെ ഇവർക്ക് വിനയായി ചവിട്ടിത്താഴ്ത്തുന്ന സ്വഭാവമുണ്ട്. അപ്പോ പുറമേ നിൽക്കുന്നവരൊക്കെ ഇവരെ നോക്കി പരിഹസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ അന്നേ പറഞ്ഞു, ആ ഒരു വല്ല കാര്യമുണ്ടോ അങ്ങനെ ഒരു കാര്യം ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ അവരെ സഹായിക്കേണ്ട വല്ല കാര്യമുണ്ടോ, അന്നേ പറഞ്ഞില്ല, നിന്റെ കാര്യം നോക്കിക്കൂടെ എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് ഈ വ്യക്തികളെ മറ്റുള്ളവർ പരിഹസിക്കുകയാണ് ഉണ്ടാവുക. അധ്വാനങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടി ചിലവാക്കി സ്വന്തം തൊഴിലിൽ വരെ ബാധ്യതകളൊക്കെ വരുത്തി സ്വയം ഒന്നും നേടാതെ എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇവിടെ ഏറ്റവും ദുഃഖകരമായി ഇവർക്ക് വരുന്നത് അപമാനമാണ്. അതായത് ഏറ്റവും ഒടുവിലായിട്ട് ഇവർക്ക് എല്ലാവരും കൽപ്പിച്ച് നൽകുന്ന ഒരു വാക്കുണ്ട്. അതാണ് വേസ്റ്റ് എന്നൊരു വാക്ക്. ഇതാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തളർച്ചയ്ക്ക് കാരണമാകുന്നത്. അച്ഛൻ പറയാം നീ ഒരു വേസ്റ്റാണ്, അമ്മ പറയാം നിന്നെ കൊണ്ട് യാതൊരു ഉപയോഗമില്ല, സഹോദരങ്ങൾ പറയാം എന്റെ ജ്യേഷ്ഠനോ ചേച്ചിയോ അങ്ങനെ കൊണ്ട് നമുക്ക് ഒരു ഉപകാരങ്ങളുമില്ല. കാരണം അത്യാവശ്യമൊക്കെ വേണ്ടതൊക്കെ കിട്ടിയല്ലോ, പിന്നീട് അവർക്ക് തിരികെ കൊടുക്കാനുള്ള നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അവർ കൊടുത്തില്ല. അപ്പോ അതിനുശേഷം ഇവിടെ നിന്നും ലഭിക്കാതെ വരുമ്പോൾ വെറും വേസ്റ്റ്, ഒരു ഉപകാരമല്ല, അവിടെ ചെന്നിട്ട് ഒരു കാര്യമില്ല, എന്തിനാണ് വെറുതെ അവിടെ പോകുന്നത് എന്നുള്ള രീതിയായിരിക്കും ഇവരെ കുറിച്ച് മറ്റുള്ളവർ പറയുക. അങ്ങനെ പറഞ്ഞിരുന്നാലും ഭാര്യ ഭർത്താവ് തമ്മിൽ നീ ഒരു വേസ്റ്റാണ്, നീ വന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, നീ കടന്നു വന്നതിന് ശേഷം എന്റെ ജീവിതം നശിച്ചു തുടങ്ങി. അപ്പോൾ നേരത്തെ സംഭവിച്ചിരുന്നതോ അതും ഇത് തന്നെയാണ്. അത് കുടുംബത്തിലുള്ളവരായതുകൊണ്ട് തന്നെ പ്രശ്നമില്ലാതിരിക്കാം. എന്നാൽ ഭാര്യ ഒന്ന് കയറുന്നത് കൊണ്ടാണ് അവിടെ കുടുംബം നശിക്കുന്നത് എന്ന ഒരു ചിന്താഗതിയും പരസ്പരം ആണായാലും പെണ്ണായാലും ഇവിടെ പഴിചാരി, അതായത് ഒരു ഉപയോഗമില്ലാത്ത ഒരു വേസ്റ്റ് ആയി പോയി എന്ന് പറയുന്ന സാഹചര്യത്തെ അവിടെ സൃഷ്ടിക്കുന്നു. അത് അഗാധമായ ഒരു മാനസിക വ്യതയ്ക്കും ദുഃഖത്തിനും ഇവരെ കൊണ്ട് തള്ളിയിടുന്നു എന്നുള്ളതാണ് സത്യം. എല്ലായിടത്തും ഈച്ചയെ പോലെ എല്ലായിടങ്ങളിലും ചെന്ന് പറ്റും. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വേണമെങ്കിലും വേണ്ടെങ്കിലും അവർ അവിടെ എത്തിയിരിക്കും. പക്ഷെ അപമാനങ്ങളും അപവാദങ്ങളും ഇവരെ വേട്ടയാടി വേട്ടയാടി പൊയ്ക്കൊണ്ട് തന്നെയിരിക്കും. എന്നാലും വീണ്ടും അവർ മറ്റൊന്നും ചിന്തിക്കാതെ അവിടെ പോകുകയും ചെയ്യും. വൈരാഗ്യമില്ലാത്തത് കൊണ്ടൊന്നും അല്ലാതെ എന്തിനാണ് വെറുതെ ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി ഒരു പുതിയതായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുക, പറഞ്ഞില്ലെങ്കിൽ തന്നെ പ്രശ്നം, ഇനി പറഞ്ഞിട്ട് വേണോ പുതിയ പ്രശ്നം എന്നതാണ് ഇവരുടേതായ ചിന്താഗതി. ഈ പറഞ്ഞ 60% മകരം രാശിക്കുള്ളിലുള്ളവർക്ക് തന്നെ എപ്പോഴും ഇനി ഒറ്റപ്പെട്ട ഒരു ജീവിതം മതി, ഇനി തനിച്ച് ജീവിക്കാം. ഒരു 50 വയസ്സിന് മുകളിലൊക്കെ ഉള്ളവരാണെങ്കിൽ മക്കളുടെയൊക്കെ ഒന്ന് കാര്യങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വല്ല അനാഥാശ്രമത്തിലോ എവിടെയെങ്കിലും പോയി നിലകൊള്ളാം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്ര പരിസരത്ത് പോയി അവിടുത്തെ ചോറും വാങ്ങി തിന്നിട്ട് അവിടെ കഴിയാം, ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. ഇവരിൽ ചിലർക്ക് തന്നെ മറ്റു വല്ല വഴിക്കും കൂടി ചിന്തിക്കുന്നവരുമുണ്ട് എന്നുള്ളതാണ്. അതായത് ഇനി എന്തിനാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതൊക്കെ ഇവരുടേതായ ഒരു മിഥ്യാധാരണകളാണ്. കാരണം മനുഷ്യൻ ഒറ്റപ്പെട്ട് ജീവിക്കാം, പ്രശ്നമൊന്നുമില്ല, അനാവശ്യമായ ചിന്തകളൊന്നും തന്നെ ആവശ്യമില്ല. ഇത് മനുഷ്യന് ജീവിതത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ ഈശ്വരൻ എഴുതി വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ നീ അനുഭവിച്ചാൽ മതി എന്ന് പറയുന്ന ജാതകങ്ങൾ ധാരാളമുണ്ട്. അപ്പൊ ശനിയുടേതായ ഒരു രാശിയാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വലിയ പ്രതീക്ഷയൊന്നും വയ്ക്കണ്ട. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് നമ്മളെ ഇവിടെ ഇറക്കി വിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുക. ഒരു ചൂലാണ്, അതായത് നമ്മൾ റോഡൊക്കെ തൂക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചൂല്. അതിൽ ആര് കാർത്തിച്ച് തുപ്പുന്നെന്നോ ആര് എന്ത് ചെയ്യുന്നെന്നോ ഒന്നും നമ്മൾക്കല്ല. ചൂല് എടുക്കുന്നവൻ തൂത്തുകൊണ്ടേയിരിക്കും. അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ട് ചാരി വെക്കും. അത് തന്നെയാണ് നമ്മളുടേത്. ഈ 12 രാശികളുടേതായ ഒരു സ്വഭാവം, രീതി, ഈ ഗ്രഹങ്ങളുടേതായ അവസ്ഥകളൊക്കെ ഇത് തന്നെ. ആരെയും ഇതാക്കി മാറ്റി പറയുന്നില്ല. 12 രാശിക്കും ഇത്തരം അവസ്ഥകളുണ്ട്. എന്നാൽ പലരും പല കാര്യങ്ങളും പുറത്തു പറയില്ല. അതുകൊണ്ട് മറ്റാരും അറിയുന്നില്ല. അപ്പോൾ അവർ നല്ലവർ ഇവർ നല്ലവർ എന്നൊന്നുമില്ല. 12 രാശിയിലുള്ള 27 നക്ഷത്രങ്ങൾക്കും ഇത്തരം അനുഭവങ്ങളൊക്കെ ധാരാളമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു രാശിയെക്കുറിച്ച് പറയുമ്പോൾ എന്റെ ജീവിതമാണ്, മറ്റൊരു രാശിയെ കുറിച്ച് പറയുമ്പോൾ ഇത് എന്റെ ജീവിതമാണ്, അടുത്ത രാശിയെക്കുറിച്ച് പറയുമ്പോൾ എന്റെ ജീവിതം. പലരും ചോദിക്കാറുണ്ട് ഇത്തരം കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയാറുണ്ട്, അപ്പോ ഇദ്ദേഹത്തിൻ്റെതായ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ ഈ രാശിയിലെ, അല്ലെങ്കിൽ ഇയാൾ തന്നെ ഈ രാശിക്കാരനാവാം, അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇത്രത്തോളം അമർഷത്തോടു കൂടി ഇത് പറയുന്നത്. അമർഷമൊന്നുമല്ല. ഒരു ജ്യോതിഷം ചെയ്യുന്ന ഒരു വ്യക്തി
12 രാശികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വ്യക്തി, ആ പറയുന്ന ആൾ 12 രാശിക്കും ആധിപത്യമുള്ള ആൾ തന്നെയാണ്. അതുപോലെ 9 നവഗ്രഹങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും 9 നവഗ്രഹങ്ങൾക്കും ആധിപത്യമുള്ള ആൾ തന്നെയാണ്. ഞാനിപ്പോ മകരം രാശിയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ രാശിയിലുള്ള നക്ഷത്രം മാത്രമല്ല 27 നക്ഷത്രങ്ങളുടേതായ ആധിപത്യവും ആ ഒരു ആസ്ട്രോളജർ അറിഞ്ഞിരിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇയാൾ ഈ നക്ഷത്രക്കാരനായതുകൊണ്ടാണ് ഇത് പറയുന്നത്. അടുത്ത നക്ഷത്രം പറയുമ്പോൾ അതും തന്നെയാണ് പറയുക. അപ്പൊ ജ്യോതിഷം എന്ന് പറയുന്നത് പഠിക്കുന്നു എങ്കിൽ പഠിച്ചവർക്കാണെങ്കിൽ അത് അറിയാം അത് എങ്ങനെയാണെന്ന്. പഠിക്കാത്തവർക്ക് അതാത് നക്ഷത്രങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നിപ്പോകാം. എന്നാൽ 27 നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിച്ച് 12 രാശികളിലൂടെ സഞ്ചരിച്ച് 9 നവഗ്രഹങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആസ്ട്രോളജർമാർ തന്നെയാണ് ഈ ജ്യോതിഷം എന്ന കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയും ഈ പറയുന്നത്. പിന്നെ പലരും ഇത്തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പറച്ചിൽ പറയുന്നത് അവരൊക്കെ നിലവിൽ നടക്കുന്ന രാശിഘട്ടങ്ങളെ കുറിച്ച് കൃത്യമായ പ്രവചനം തന്നെയാണ് നടത്തുന്നത്. അതായത് വ്യാഴം മിഥുനത്തിൽ നിലകൊള്ളുമ്പോൾ 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി പതിച്ചാൽ മേടം രാശിക്കാർക്ക് ഇന്ന ഫലങ്ങൾ കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. അത് എല്ലാവർക്കും ഫലം ചെയ്യണമെന്നൊന്നുമില്ല. ആ പറയുന്ന രാശിഘട്ടങ്ങളിൽ ഉള്ളിൽ കേൾക്കുന്ന ആളിന് ഗ്രഹം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് വർക്കൗട്ട് ആവും. അത് അങ്ങനെ അല്ല എങ്കിൽ അത് നടക്കുകയുമില്ല. അപ്പോൾ കാലഘട്ടങ്ങൾക്ക് പറയുമ്പോൾ അത് എല്ലാവർക്കും നടക്കണമെന്നൊന്നുമില്ല. ജന്മത്തിൽ നിങ്ങൾക്കൊരു ജാതകം തന്നിട്ട് ആ ജാതകത്തിൽ എഴുതിയിട്ടുള്ളതിനപ്പുറം ഒരു വ്യക്തിയും ജീവിക്കുകയില്ല, ചലിക്കുകയുമില്ല. അതാണ് സത്യം. കഴിഞ്ഞ 6 വർഷത്തിനിപ്പുറം നോക്കിയാലും 6 വർഷത്തിനപ്പുറത്തേക്ക് നോക്കിയാലും ഒരുപാട് ഇതേപോലെ മകരം രാശിയിലുള്ളവരുടേതായ കുടുംബജീവിതം കോടതിയിൽ നിലകൊള്ളുന്നുണ്ട്. കുടുംബ കോടതികളിൽ കേസുകൾ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിൽ ചിലരൊക്കെ തന്നെ അതിൽ നിന്നും വിടുതലൊക്കെ വാങ്ങി മറ്റൊരു വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. പലരുടേതായ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. എന്നാൽ ഇനി അങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ രാശികൾക്ക് ഉള്ളിൽ നിൽക്കാതെ നിങ്ങളുടേതായ ജീവിതത്തിനും കൂടി വേണ്ടി ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. പ്രേമബന്ധത്തിൽ ചെന്ന് ചാടിയാലോ അത് സക്സസ് ആകുമോ? അത് സക്സസ് ആവുകയില്ല. അത് വന്ന വഴിയെ തന്നെ പോവുകയും ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് കുടുംബം എന്ന് പറയുന്നത് ഒരു 6 വർഷക്കാലമൊക്കെ ഒരു നല്ല രീതിയിൽ പോയാലും 6, 7 വർഷമൊക്കെ നല്ല രീതിയിൽ പോയാലും പിന്നീട് അവിടെ ഒരു കയ്പ് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഈ മകരം രാശിക്കാർക്ക് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടേതായ ഈ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനിടയിൽ ഒരു തേർഡ് പാർട്ടിയുടേതായ ഇടപെടൽ വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ട്. പരസ്പരം അറിയുകയും ഒന്നുമല്ല, പക്ഷേ കൺമുന്നിൽ കാട്ടിക്കൊടുക്കുന്ന രീതിയിൽ ആ ഒരു കണക്ഷൻ വരികയും അത് തർക്കങ്ങളിലേക്കും വാക്ക് തർക്കങ്ങളിലേക്കും ഒക്കെ വരുന്ന സാഹചര്യങ്ങളും കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് കോടതികളിലൊക്കെ നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് അതായത് ഓപ്പോസിറ്റ് സൈഡ് ആരുമാകട്ടെ, ആണാകട്ടെ പെണ്ണാകട്ടെ, അവരെ മൊത്തമായിട്ട് വിലയ്ക്ക് വാങ്ങിയതുപോലെ ഉള്ള അവരെ, അതായത് ഈ വ്യക്തികൾക്ക് നിയന്ത്രണമില്ലാത്ത രീതിയിൽ അവരെ കൈക്കുള്ളിലാക്കി വെച്ചുകൊണ്ടിട്ടുള്ള ഒരു ഇടപെടൽ തേർഡ് പാർട്ടികളിൽ നിന്നും വന്നു എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ട്. അതിനാൽ തന്നെ പല കുടുംബങ്ങളും നശിച്ചു പോയിട്ടുമുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ തേർഡ് പാർട്ടി ഇടപെടലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പറയും. എല്ലാവരുടെ കാര്യമില്ല, ഒരു 60% കാര്യമാണ് ഇത് പറയുന്നത്. മനസ്സിലാക്കുക. കാരണം ഈ തേർഡ് പാർട്ടി ഇടപെടലുകൾ തന്നെയാണ് 99% കുടുംബങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വിശ്വാസത്തെ മുതലെടുത്ത് കൈക്കുള്ളിലാക്കി, അതായത് പുറത്തു ചാടാൻ കഴിയാത്ത രീതിയിൽ അകപ്പെടുത്തുക എന്നുള്ള ഒരു ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടുപോയാൽ കുടുംബം നശിച്ചു പോകുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. 12 രാശിക്കാരൻ മനസ്സിലാക്കുന്നത് നല്ലത്. എനിക്ക് അടുത്ത കാലത്ത് വന്ന ഒരു ജാതകത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങളോട്. കാരണം ഏതാണ്ട് 50 വയസ്സോളം പ്രായം ആയിരിക്കുന്നു ആ വ്യക്തിക്ക്. പക്ഷേ ഒരു അകാരണമായ ഒരു ഇടപെടൽ അവിടെ വന്നിരിക്കുന്നു. അതും കുടുംബത്തിനുള്ളിൽ തന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും അവർ കയ്യോടെ പിടികൂടുകയും ചെയ്ത ഒരു സാഹചര്യം വീട്ടിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ പെൺകുട്ടികളൊക്കെ ഉള്ള ഒരു ഇടം തന്നെയാണ്. അപ്പോൾ മക്കളുടേതായ ഭാവിയെ കരുതിട്ട് അവർക്ക് അത് ആ ബന്ധത്തെ ഉപേക്ഷിക്കുവാനും കഴിയുന്നില്ല, എന്നാൽ ഉപേക്ഷിക്കാനും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലും ഒത്തിരി പേര് ഇവിടെ വിളിച്ച് നിലവിളിക്കുന്നത് എന്തെങ്കിലും ഒരു പരിഹാരം പറയുമോ എന്ന്. ഇതിൽ തെറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയാണ്, അനുഭവിക്കുന്നത് മക്കളും. അതായത് പ്രായമായ പെൺകുട്ടികൾ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉള്ള ഇടങ്ങളിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ വിളി വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുവാനായിട്ട് കഴിയുകയുള്ളൂ, അല്ലാതെ നേരിട്ട് പോയി ഉപദേശിക്കുവാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുവാനോ പറ്റില്ല. ജാതകവശാൽ നോക്കുമ്പോൾ ആണെങ്കിലോ അവരുടെ ജാതകവശാൽ അത്തരത്തിൽ ഒരു സന്ദർഭങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുമെന്നും കുടുംബം ശിഥിലമാകുമെന്നും ആ ജാതകത്തിനുള്ളിലും വ്യക്തമാക്കിയിട്ട് ഉണ്ടായിരിക്കും. എന്നാൽ
ഈ 23 വയസ്സിലൊക്കെ വിവാഹം കഴിക്കുമ്പോൾ 50 വയസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് 50 വയസ്സിൽ ആരെങ്കിലും ഓർക്കുമോ? അല്ലെങ്കിൽ ആരെങ്കിലും പറയുമോ കുടുംബത്തിനുള്ളിൽ ഇങ്ങനെയൊക്കെ വരും കാര്യങ്ങളൊക്കെ എന്ന്? അപ്പോ ഇതൊക്കെ ജാതകത്തിൽ എഴുതിയിരിക്കും. ജീവിതങ്ങളിൽ അനുഭവിക്കുമ്പോഴായിരിക്കും നമ്മളതൊക്കെ മനസ്സിലാകുക. അത് എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. കുറ്റപ്പെടുത്തിയതല്ല. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകളുണ്ടെങ്കിൽ മക്കളെ ഓർത്തെങ്കിലും നിങ്ങളെയൊക്കെ കണ്ട് വളരുന്ന മക്കളല്ലേ? അവരുടേതായ ഭാവിയും നാളെ നിങ്ങൾ ജീവിച്ച ആ ഒരു കാളവണ്ടിക്കാലമല്ല ഇന്ന്. ഇന്ന് ആധുനികമായ ടെക്നോളജിനെ പറക്കും കാറുകളൊക്കെ ഉള്ള കാലമാണ്. ആ രീതിക്ക് കുട്ടികളുടെ മനസ്സിൽ അനാവശ്യമായ പ്രശ്നങ്ങൾക്കോ അവരുടെ ദുഃഖത്തിനോ ഇപ്പം അമ്മയും അച്ഛനും തമ്മിൽ അടി ഇങ്ങനെയൊക്കെ വന്നു പോയാല് അവിടെ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. ആ കുട്ടികളുടേതായ മനസ്സ് നോക്കും. അത് വല്ലാത്ത രീതിയിൽ ബാധിക്കുകയും കുട്ടികൾ വല്ല വഴിക്കും പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കുക. കാരണം ജാതകങ്ങൾ പരിശോധിക്കുന്ന വ്യക്തിക്ക് എനിക്ക് ഒരു വ്യക്തിയോട് പറയുന്നതിനേക്കാളും എല്ലാവരോടും കൂടി ഇങ്ങനെ പറയുന്നതായിരിക്കും എനിക്ക് നല്ലത്. അതുകൊണ്ട് ഓപ്പോസിറ്റ് ആയാലും രണ്ട് സൈഡ് ആണെങ്കിലും ശരി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരമാവധി ഒഴിവാക്കുക. സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ നീക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. അതായത് മകരം രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് അവിടെ വാ തുറക്കരുത് എന്നുള്ള രീതിക്കുള്ള ചില സന്ദർഭങ്ങളും ഈ മകരം രാശിക്കാരുള്ള സ്ത്രീകൾക്ക് വരുന്നുണ്ട്. ഒടുവിൽ കരഞ്ഞ് തളർന്ന് ഇനി മക്കളെ ഓർത്ത് ചാകാൻ വയ്യ എന്നൊരു തീരുമാനം എടുക്കുന്ന അമ്മമാരും ധാരാളമുണ്ട്. കാരണം അവരെയൊക്കെ ഞാൻ അങ്ങനെയാണ് പ്രാപ്തമാക്കുന്നത്. ജീവിച്ചു പോയില്ലേ, ഇനി എന്ത് ചെയ്യാനും കഴിയും, വയസ്സുകളുമായിപ്പോയി, ഇനി അവരുടേതായ കാര്യം നോക്കുക എന്നുള്ള രീതിക്ക് അവരെ പല രീതിയിൽ പിന്തിരിപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പലരും കോടതിയിലേക്ക് എത്തുകയും അവർ തനിയെ ജീവിച്ച് വരുന്ന വ്യക്തികൾ ധാരാളമുണ്ട്. തൊഴിലിടങ്ങളിൽ പോയി അവർ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട്. തൊഴിലുറപ്പിന് പോകുന്ന വ്യക്തികളുണ്ട്. അവരൊക്കെ അന്തസ്സായിട്ട് ഇന്ന് കഴിയുന്നുമുണ്ട് വിവാഹബന്ധം വേർപെടുത്തിയിട്ടും. അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കാത്ത പലതും കണ്ണിൽ മുന്നിൽ കാണുമ്പോൾ പ്രതികരിക്കുന്നതിന് തല്ലിത്തോപ്പിക്കുകയല്ല വേണ്ടത്. ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാവും. എന്നിരുന്നാലും ഞാനൊരു കാര്യം പറയട്ടെ. ഈ 2025-26 കാലഘട്ടത്തിൽ നിങ്ങൾ മകരം രാശിയിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ വിവാഹബന്ധം വേർപെട്ട് നിൽക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ നിങ്ങളുടേതായ മനസ്സിനെ അറിഞ്ഞ് നിങ്ങളെ തേടി വരുന്ന ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും എനിക്ക് ഇത് മതി, അതായത് ഒരു ഗ്ലാസ് ചായ മാത്രമാണ് കുടിക്കാനുള്ളത് അല്ലെങ്കിൽ എനിക്ക് നൽകുവാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ നിങ്ങൾക്കൊപ്പം വരുവാനായിട്ടും നിങ്ങളുടേതായ സ്നേഹത്തെ മനസ്സിലാക്കുവാനുമായിട്ട് ഈ 2025 ഈ കാലഘട്ടത്തിൽ 2026 കാലഘട്ടത്തിലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് വരും. വെറുതെ വരുന്നതല്ല, അത് കൈത്താങ്ങായിട്ട് തന്നെയാണ് വരുന്നത്. സർവകാര്യ വിജയത്തോടുകൂടി ജീവിക്കുവാനും കഴിയുമെന്നുള്ളത് ഉറപ്പിക്കുക. ആണാകട്ടെ പെണ്ണാകട്ടെ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തുവാനും ഒരു നല്ല മുന്നേറ്റങ്ങൾ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്നേഹം മാത്രമാണ്. എനിക്കത് കിട്ടിയാൽ മതിയാണ്. കിട്ടും, തീർച്ചയായിട്ടും കിട്ടുന്ന കാലമാണ്. സന്തോഷകരമായി ഇരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ ഈ വീഡിയോ മകരം രാശിക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. കാരണം ശനി വക്രഗതിയിലാകുന്ന ഈ ഒരു സന്ദർഭം വളരെയധികം ഗുണപ്രദമാകുമെന്ന് തന്നെയാണ്. കാരണം സ്വന്തം വീട്ടിൽ ബലമായിട്ട് ഇരിക്കുമ്പോഴല്ലേ പ്രശ്നമുണ്ടാവുക. അവിടെ ബലമില്ലാത്ത ഒരു അവസ്ഥയിലായാലോ അവിടെ പിന്നെ നമുക്ക് വിഷയങ്ങളൊന്നുമില്ല. നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ തോണ്ടി പ്രശ്നം ഉണ്ടാക്കുവാൻ അവിടെ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവർക്ക് സ്നേഹം സംബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ് ആവശ്യം. അപ്പൊ പണം എത്ര വേണമെങ്കിലും അവർ അധ്വാനിക്കും, ഉണ്ടാക്കും, ചെലവാക്കും. പക്ഷേ ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ തോളിൽ ഒന്ന് ചായ്ഞ്ഞ് കിടന്നിട്ടുണ്ടാവില്ല. ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ തോളിൽ ഒരു സങ്കടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സന്തോഷം കൊണ്ടോ അവർക്കൊന്നും അങ്ങനെ ഒരു ചേർത്ത് പിടിക്കൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാലം വന്നു നിൽക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ആൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോസ് ഒക്കെ കണ്ട് കേട്ടും അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തും മറ്റു പലരിലേക്ക് എത്തുകയും മകരം രാശിയിൽ പിറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ അന്വേഷിച്ച് വരുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാവും. വിവാഹ ബന്ധത്തിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് കൈകൊടുത്ത് മുന്നിലേക്ക് പോകും. ഞാൻ പറഞ്ഞതുപോലെ മിഥുനം രാശി, ചിങ്ങം രാശി ഈ രണ്ട് രാശിക്കാരെയും ഒഴിവാക്കിയാൽ അവിടെ സ്നേഹം നിറഞ്ഞ ആൾക്കാർ നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം മറ്റുള്ളത് അവരവരുടെ രാശിയുടെ വേഗതയിലും അതവർ പ്രവർത്തിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന ഒരു നല്ല കാലമാണ്, ശുഭകരമായ ഒരു കാലം. ഇനിയും ഒരുപാട്, അതായത് ഒരു രാശിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു 10-15 എപ്പിസോഡ് വേണമെങ്കിലും നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം. അതാണ് സൈക്കോളജിക്കൽ പ്രൊഡിക്ഷൻ കൊണ്ടുള്ള ആ ഒരു ഗുണമെന്ന് പറയുന്നത്. നിങ്ങളുടെ സ്വന്തം ജാതകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് ഞാൻ ആരാകണം, എന്താകണം, എന്താകും, എപ്പോ എവിടെ എന്റെ കാര്യങ്ങൾ ബ്രേക്ക് ആവും, വിവാഹം നടന്നാൽ എങ്ങനെ പോകും, ഏത് സമയം വരെ നിലനിൽക്കും, അത് എങ്ങനെ നമുക്ക് ഫലം ചെയ്യും, കുട്ടികൾ എങ്ങനെയാണ്, അതിൻ്റെതായ രീതിയിൽ നമുക്ക് എന്ത് ഫലമാണ് ഉണ്ടാവുക, കുടുംബം പറയാം അച്ഛൻ അമ്മ സംബന്ധിച്ച് എന്തൊക്കെ ഫലമാണ് നമുക്കുണ്ടാവുക, അതുപോലെ
നിങ്ങളുടെ 1, 5, 9 ഭാവങ്ങളെ കണക്കാക്കുമ്പോൾ നിങ്ങളുടേതായ പൂർവികരായിട്ടുള്ള ആത്മാക്കൾ ആരെങ്കിലും നിങ്ങൾക്ക് ദോഷകരമായ രീതിയിൽ ജാതകത്തിൽ നിലകൊള്ളുന്നതോ അത് ബാധയായി നിൽപ്പുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ജാതകത്തിലുണ്ടെങ്കിൽ കുടുംബം ആകപ്പാടെ കലുഷിതമായ രീതിയിൽ മുന്നിലേക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. 1, 4, 7, 10 എന്നീ ഘട്ടങ്ങളിൽ നിങ്ങളുടേതായ ജാതകത്തിൽ നല്ല ഗ്രഹങ്ങളൊക്കെ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അതിന്റെ പരിപൂർണമായ ഫലവും നിങ്ങൾക്ക് അനുഭവിക്കാം. തൊഴിലിടങ്ങളാണെങ്കിൽ എന്താണ് എടുത്താണെങ്കിലും ശരി, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ പറ്റുന്ന ഗ്രഹങ്ങൾ ആ സ്ഥിതികളിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലം അനുഭവിക്കുകയും ചെയ്യും. അല്ല, അതേ ഇടങ്ങളിലുള്ള ഗ്രഹങ്ങൾ മോശപ്പെട്ട ഗ്രഹങ്ങൾക്കുള്ള നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപം കർമ്മങ്ങളുടേതായ ഫലം പോയിട്ട് ബാക്കിയുള്ളതെന്തോ അത് മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുക. ഇത് വളരെയധികം സത്യമായ കാര്യം തന്നെയാണ്. അതുപോലെ ഗുളികൻ എന്ന ഒരു ഗ്രഹത്തിനും അതിന് പ്രത്യേക സ്ഥാനമുണ്ട്. ഗുളികൻ ഒരു പ്രത്യേകമായ ഗ്രഹമൊന്നും അല്ലെങ്കിൽ തന്നെ അതിന് എപ്പോഴും പ്രത്യേകമായ സ്ഥാനമുണ്ട്. ഈശ്വരനെ കാട്ടിത്തരും, ബാധകളെ കാട്ടിത്തരും, നമ്മുടെ ജീവിതത്തെ കാട്ടിത്തരും. കുടുംബസ്ഥാനത്തേക്ക് ഗുളികൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ആകെപ്പാടെ ഒന്നും പറയണ്ട, ഇത് തന്നെയായിരിക്കും കുടുംബസ്ഥാനത്ത് ഗുളികൻ കയറി നിന്നാൽ. അപ്പോൾ ഗുളികന് പ്രാതിനിധ്യങ്ങളൊക്കെ വളരെയധികം ഉണ്ട്. അപ്പോൾ അത് കാട്ടിത്തരും നമ്മൾക്ക് എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നതെന്നൊക്കെ. അപ്പോൾ ജാതക പരിശോധനകൾ വളരെയധികം നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടേതായ ജാതകങ്ങളൊക്കെ നിലവിൽ എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങളുടെ തൊട്ടടുക്കലുള്ള ഏതെങ്കിലും ഒരു ആസ്ട്രോളജറെ കാണുക. അപ്പോൾ അവരെ കണ്ടിട്ട് എന്റെ അവസ്ഥ ഇങ്ങനെയാണ്, എന്റെ സമയം ഇങ്ങനെയാണ്, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, അപ്പോൾ ഈ ഭാവങ്ങളൊക്കെ പരിശോധിച്ച് അവർ നിങ്ങൾക്ക് കൃത്യമായ മറുപടി തരും. അവസാന ആണ്ടുകാലം വരെ നമ്മൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെങ്കിൽ പറയും നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഒരു രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ മാത്രമായിരിക്കും പോകാനൊക്കെ കഴിയുക. ലൈഫിൽ ചേഞ്ച് വരും എന്നുണ്ടെങ്കിൽ അവർ പറയും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ട്, ഈ കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥ ജാതകത്തിൽ നിന്നുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കി തരും. അതുകൊണ്ട് നിങ്ങളുടെ ജാതകങ്ങളൊക്കെ ഒരു അടുത്തുള്ള ആസ്ട്രോളജറെ കാണുക. ഞാൻ വാങ്ങുകയാണെങ്കിൽ 1001 രൂപ ദക്ഷിണ വാങ്ങി മാത്രമായിരിക്കും ഞാൻ ജാതകം പരിശോധിച്ച് കൊടുക്കുക. എല്ലാവർക്കും തന്നെ പരിശോധിക്കാനും കഴിയില്ല. ഞാനാണെങ്കിൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ മാത്രമാണ് ജാതകങ്ങളൊക്കെ പരിശോധിക്കുന്നത്. അതും 10 മണി മുതൽ 2 മണി വരെ. അത് ഒരാൾക്ക് മാത്രമായിരിക്കും ഞാൻ ഒരു ദിവസം സമയം കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ലൈവായിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവരുടേതായ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കൊടുത്ത് ഏതാണ്ട് 2-3 മണിക്കൂറോളം അവരോട് സംവദിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ പരിപൂർണമായ ഒരു റീഡിംഗ് ഞാൻ അവർക്ക് നൽകും. അല്ലാതെ പെട്ടെന്നുള്ള മറുപടി ഈ സമയം ഇങ്ങനെയാണ്, ഇതുകൊണ്ട് നിങ്ങൾക്ക് മോശമാണ്, ഇന്നടത്ത് പൂജ ചെയ്യുക എന്നൊന്നും കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല. വ്യക്തമാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന പോലെ തന്നെയാണ് അവരോട് സംസാരിക്കുന്നത്. ഇന്ന ഭാവങ്ങൾ ഉണ്ട്, ഇന്ന കാര്യം സംഭവിച്ചിട്ടുണ്ടോ. ഒത്തിരി പേരും സമ്മതിച്ച് അവരവരുടെ സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒത്തിരി പേർക്ക് ജീവിതത്തിലേക്ക് മാറ്റം പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെയാണ് എനിക്ക് കോണ്ടാക്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മറുപടി നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു വിഷമം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരും വിഷമിക്കരുത്. നിങ്ങൾ വാട്സപ്പിലേക്ക് ഡേറ്റ് ഓഫ് ബർത്തും ജനിച്ച സമയവും അതുപോലെ തന്നെ ജനിച്ച സ്ഥലവും ടൈപ്പ് ചെയ്ത് വ്യക്തമാക്കി പേരും ജനിച്ച സമയം, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം എന്നിവ വ്യക്തമാക്കി ടൈപ്പ് ചെയ്ത് അയക്കുക. ഞാൻ നിങ്ങൾക്കായിട്ട് തിരികെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ഡേറ്റും തരുന്നതായിരിക്കും. നിങ്ങൾക്ക് സമയം അത് ആക്റ്റീവ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ആ സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി ലഭിക്കും. പേയ്മെന്റിൻ്റെതായ കാര്യങ്ങളൊക്കെ ആ സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിന്റെ നമ്പറും അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അതുവഴി നിങ്ങൾ ചെയ്യുക. ഡേറ്റ് വാങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇടപെടുക. കാരണം കണ്ടെത്തലുകളൊക്കെ തന്നെ എന്റെ കണ്ടെത്തലുകളല്ല, ഞാൻ വിശ്വസിക്കുന്ന ദൈവം കൂടെ നിന്ന് നിങ്ങൾക്ക് ജാതകം റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജാതകം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് ഉത്തരം പറയാനായിട്ട് കഴിയില്ല. കാരണം യോഗീശ്വരൻ നാവിൽ നിന്നും ഇറങ്ങിയാൽ പിന്നീട് ജാതകം റീഡ് ചെയ്യാനായിട്ട് എനിക്ക് കഴിയില്ല. ഞാൻ ഉപാസിക്കുന്നത് യോഗീശ്വരനെയാണ്. എന്റെ ഉപാസനാമൂർത്തിയും എന്റെ പാരമ്പര്യ ഈശ്വരനും യോഗീശ്വരനാണ്. യോഗീശ്വരനെ സാക്ഷിയാക്കി തന്നെയാണ് ഭൈരവ ചാനൽ ഞാൻ ആരംഭിച്ചിട്ടുള്ളതും അതുവഴി ഇങ്ങനെയുള്ള റീഡിംഗ് നടത്തുന്നത്. മറ്റു ചാനലുകളായ മൂത്താരമ്മ മീഡിയ, തമ്പുരാൻ, ക്രിയേറ്റീവ് വീഡിയോസ്, ഇശക്കി അമ്മ മീഡിയ, ഇങ്ങനെ പല ചാനലുകളും ഉണ്ട് എന്നുള്ളതും വാസ്തവമാണ്. എല്ലായിടത്തും ഞാൻ റീഡ് ചെയ്യാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായും സാധാരണമായ ഗ്രഹമാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. അത് എല്ലാവർക്കും തന്നെ ഫലം വെത്താവില്ല. കോമൺ ആയിട്ടുള്ള റീഡിംഗ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പറയാതിരിക്കുവാനും കഴിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും ആ ഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് ഒരിക്കലും ലഭിക്കില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഏതാണ്ട് ലക്ഷത്തിൽ ഒരു വ്യക്തിക്ക് ആ പറയുന്ന സമയങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്കൗട്ട് ആവും. കാരണം രാശികൾക്ക് അനുസൃതമായ ഗ്രഹങ്ങൾ നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ ടൈമിൽ അത് വർക്കൗട്ട് ആവും. അല്ലാത്തവർക്ക്
ആ ദശാകാലങ്ങൾ എന്താണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദശാകാലങ്ങൾ, ശനിദശയോ ബുധൻ ദശയോ എന്തു ദശയോ അങ്ങോട്ട്, ഒപ്പം അപഹാര ദശ എന്താണോ അതിനനുസൃതമായ ഫലമായിരിക്കും അനുഭവിക്കേണ്ടതായിട്ടും വരിക. ജാതകം പരിശോധിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടും എന്താണ് അവസ്ഥ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്നോട് ചോദിച്ചവർക്കും പരിശോധിച്ചവർക്കും ഒക്കെ വ്യക്തമായിട്ടുണ്ട് അതിൻ്റെതായ കാര്യങ്ങൾ. അവർ അതൊക്കെ സംബന്ധിച്ച് തന്നെ അതിൻ്റെതായ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇന്നാൾ വഴി എനിക്കിങ്ങനെ വരുന്നുണ്ട്, വിവാഹ ബന്ധത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നു, കൃത്യമായിട്ടും അത് ക്ലാരിറ്റി വരുത്തി തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരു വ്യക്തിയുടെ ജാതകം പരിശോധിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ മൊത്തത്തിൽ കാൽക്കുലേഷൻ ചെയ്യുവാനുണ്ടെങ്കിൽ നിലവിലെ സാഹചര്യം ഒക്കെ നോക്കുമ്പോൾ എല്ലാ ജാതകങ്ങളിലും കൂടെ നോക്കുമ്പോഴായിരിക്കും അവരവരുടെ ജാതകത്തിലുള്ള വ്യക്തത വരുത്തുക. ഓരോ ജാതകങ്ങളും വ്യത്യസ്തമാണ്. ഒരു വ്യക്തിയിലൂടെ കണ്ടെത്തലുകൾ നടത്താൻ കഴിയും, പക്ഷെ അടുത്തൊരു വ്യക്തിയെ കുറിച്ച് നമുക്ക് സംഭാഷണങ്ങൾ നടത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിക്ക് വരാനായിട്ട് ശ്രമിക്കുക. സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.